വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ടാം പാദവാർഷിക പരീക്ഷ, അതായത് ക്രിസ്മസ് എക്സാമിൻ്റെ 7ാം ക്ലാസ്സിൻ്റെ മാത്സ് ചോദ്യപേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട് കേട്ടോ, ആൻസേഴ്സും പറയുന്നുണ്ട്. അപ്പോൾ മക്കൾക്ക് വീഡിയോയിലേക്ക് ഒന്നുകൂടി സ്വാഗതം. അതുമാത്രമല്ല, നമ്മൾ ഇതേ ക്വസ്റ്റ്യൻസ് അല്ലേ കുറേ നമ്മൾ ഡിസ്കസ് ചെയ്ത മുമ്പത്തെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് അതേ മോഡൽ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ മക്കളെ, നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് പോവാം. ആക്ടിവിറ്റി 1 എന്താ പറഞ്ഞിരിക്കുന്നത്? 101 × 102 = എത്രയാണ്? 10302. ഈ ഓപ്പറേഷൻ താഴെയുള്ള ചുവടെ താഴെ കൊടുത്തിരിക്കുന്ന ക്രിയകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വിച്ച് ആർ ദ ഓപ്പറേഷൻ ഹാം സെയിം പ്രോഡക്റ്റ്? ഇതിൻ്റെ ഒരേ ഗുണനഫലം വരുന്ന ക്രിയകൾ ഏതെല്ലാമാണ്? ഒരേ ഗുണനഫലം വരുന്നത് ഏതൊക്കെയാണ്? എയും ഡിയുമാണ്. അപ്പം എയും ഡിയും എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ ലാർജസ്റ്റ് പ്രോഡക്റ്റ് ആൻഡ് ദ ലീസ്റ്റ് പ്രോഡക്റ്റ്. ഏറ്റവും വലിയ ഗുണനഫലമുള്ള ക്രിയയും ഏറ്റവും ചെറിയ ഗുണനഫലമുള്ള ക്രിയയും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ആദ്യത്തെ ആൻസർ എയും ഡിയും ആയിരുന്നു കേട്ടോ. രണ്ടാമത്തെ ഏതാണ്? സിയും ഇയും അല്ലേ. ഏറ്റവും വലിയ ഗുണനഫലമുള്ള ക്രിയയും ഏറ്റവും ചെറിയ ഗുണനഫലമുള്ള ക്രിയയും അത് സിയും ഇയുമാണ്. അവസാനം നിങ്ങൾ നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ എന്നാണ്? വെൻ 101 ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എ പെർട്ടിക്കുലർ നമ്പർ വി ഗെറ്റ് 1030.2. ഫൈൻഡ് ദ നമ്പർ ഫ്രം ദ ഫോളോയിങ്. എന്താണ്? താഴെ അല്ലേ 101 താഴെ കൊടുത്തവയിൽ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 1030.2 എന്ന് കിട്ടുക? ഏത് കൊണ്ട് ഗുണിച്ചാലാണ്? 10.2. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ദ സൈഡ് ഓഫ് എ റെക്റ്റാങ്കിൾ ഹാവിംഗ് പെരിമീറ്റർ 40 cm ആർ ഇൻ ദ റേഷ്യോ 1:3. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ, അതായത് എന്താണ്? നിങ്ങൾക്ക് 40 cm ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ വശങ്ങൾ 1:3 എന്ന റേഷ്യോയിലാണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ? ആ ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര? അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്? L/B റേഷ്യോ തന്നിട്ടുണ്ട് 1:3 എന്നല്ലേ. അപ്പോൾ നിങ്ങൾ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഏരിയ കാണാൻ, അതായത് സമചതുരത്തിൻ്റെ എന്താണ് ഏരിയ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? L/B. ഇവിടെ ലെങ്ത്ത് എന്തായിട്ട് വരും? 5, നീളം 5 cm, ബ്രെഡ്ത്ത് വീതി എത്രയായിട്ട് വരും? 3 അല്ലേ പറഞ്ഞേ. 3 ഇത് പറഞ്ഞെങ്കിൽ ഏതായിരിക്കണം? 15 അല്ലേ. അപ്പം L/B 5 × 15 = നിങ്ങൾക്ക് എത്ര കിട്ടണം? 75 എന്ന് കിട്ടണം. മനസ്സിലായോ? അപ്പോൾ 75 cm ആയിരിക്കണം എന്തെന്ന് പറയണത് നിങ്ങളുടെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, അതായത് പരപ്പളവ്, ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയണത് 75 ആയിരിക്കണം. ഓക്കെയാണോ മക്കളെ? അതായത് നിങ്ങൾ എന്താണ്? L/B, അതായത് 5 × 15 = എത്ര എഴുതണം? 75. ഇതാണ് എന്ത്? സമചതുരത്തിൻ്റെ പരപ്പളവ്. ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? ഓക്കെ, ഇനി ബി നോക്കൂ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ ടു ദ ഏരിയ ഓഫ് സ്ക്വയർ വിത്ത് സെയിം പെരിമീറ്റർ? ഈ ചതുരത്തിൻ്റെ പരപ്പളവും ഇതേ ചുറ്റളവുമുള്ള ഒരു സമചതുരത്തിൻ്റെ പരപ്പളവും തമ്മിലുള്ള അംശബന്ധം എന്താ? അപ്പോൾ ഈ ചതുരത്തിൻ്റെ പരപ്പളവും ഇതേ ചുറ്റളവുമുള്ള ഒരു സമചതുരത്തിൻ്റെ പരപ്പളവും തമ്മിലുള്ള അംശബന്ധം എന്തെന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് 10 × 10, അതായത് 100 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്തെന്ന് എഴുതണം? അവ തമ്മിലുള്ള അംശബന്ധമാണ് നിങ്ങൾ എഴുതേണ്ടത്. 3:4 എന്നാണ് ആൻസർ.
എന്താണ് 3:4 എന്ന്. നിങ്ങൾ ആൻസർ എഴുതേണ്ടത് എന്താണ് 3:4 എന്ന്. ഓക്കെ അല്ലേ മക്കളോ? ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷർമെൻറ്റ്സ് ഷോ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഇൻ ദ റേഷ്യോ 3:2? എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്നവയിൽ നീളവും വീതിയും 3:2 ആയ അളവുകൾ ഏത്? 3:2 ആയ അളവുകൾ ഏതാണെന്ന് എങ്ങനെ എഴുതാം നോക്കൂ. ഏതായിരിക്കും? നമുക്ക് ലെങ്ത് എത്ര വേണം? ലെങ്ത് 6 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്ററും. അപ്പോൾ ആൻസർ ഡി ആണ് എന്ത് കറക്റ്റ് ആൻസർ. ലെങ്ത് 6 സെൻറ്റിമീറ്ററും നീളം 6 സെൻറ്റിമീറ്ററും വീതി 4 സെൻറ്റിമീറ്ററും. അപ്പോൾ ഇതാണ് ശരിയായ. ഓക്കെ, മൂന്നാമത്തെ ആക്ടിവിറ്റി, മൂന്നാമത്തെ പ്രവൃത്തി നോക്കൂ. ഐഡൻറ്റിഫൈ സിമിലർ ഓപ്പറേഷൻ ഇൻ ദ സെക്കൻഡ് കോളം ദാറ്റ് മാച്ച് ദോസ് ഇൻ ദ ഫസ്റ്റ് കോളം. ഫസ്റ്റ് കോളത്തിൽ മാച്ച് ആയത് സെക്കൻഡ് കോളത്തിലേക്ക് മാച്ച് ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ? അപ്പം മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. മാച്ച് ദ ഫോളോയിങ് ആണ് തന്നിരിക്കുന്നത്. നോക്കൂ, ആദ്യത്തേന് മാച്ച് ആയത് ഏതായിരിക്കും? നമ്മൾ ഏതാ എഴുതുക? 125 - 75 - 25 അല്ലേ? അതിനേതായിരിക്കും നമ്മൾ എഴുതേണ്ടത്? ഇതാണ് മാച്ച് ചെയ്യേണ്ടത്. ഒന്നാമത്തെ മാച്ചിങ് അതാണ്. എയുടെ മാച്ചിങ് ഇതാണ് എ. ഓക്കെ, ഇനി ബി എന്താണ്? 125 - 75 - 25 ഏതാണ്? ഏതായിരിക്കും? 125 - 75 + 25. ഇതൊരു ഇക്വേഷൻ വച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു തന്നതല്ലേ? എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തന്നിരുന്നു? എക്സ് പ്ലസ് എന്താണ് വൈ പ്ലസ് ഇസഡിന് ഈക്വലാന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചില്ല. എക്സ് മൈനസ് അല്ലേ? അത് നമ്മൾ പഠിച്ചിരുന്നു. എക്സ് മൈനസ് എന്താണ് വൈ പ്ലസ് ഇസഡിന് ഈക്വലാന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതേപോലെയുള്ള ഇത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അപ്പോൾ ബി ഇതാണ് 125 - 75 + 25. സി നോക്കൂ, 125 + 75 - 25 അല്ലേ? അതെങ്ങനെ വരും? 125 + 75 - 25 ഇതാണ് വരിക. അപ്പോൾ ഇതാണ് സി. ഓക്കെ അല്ലേ മക്കളെ? ഇനി 125 + 75 ഡി. 125 + 75 + 25 അതെങ്ങനെ വരും? 125 + 75 + 25 ഇതാണ് എന്ത് ഡി. ഇതുപോലെ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. നെക്സ്റ്റ് ഇ. Which among the following denotes the algebraic form of 3 times a number added 4 times the same number? ഒരു സംഖ്യയുടെ 4 മടങ്ങിനോട് ആ സംഖ്യയുടെ 3 മടങ്ങ് കൂട്ടിയത് എന്നതിനെ എങ്ങനെ ബീജഗണിതം ഉപയോഗിച്ച് എഴുതാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സംഖ്യയുടെ 4 മടങ്ങിനോട് എന്ത് ചെയ്യണം? ആ സംഖ്യയുടെ 3 മടങ്ങ് കൂട്ടിയാൽ അല്ലേ? എ നമ്പർ ആഡഡ് ടു ഫോം ഓഫ് 3 ടൈംസ്. അതായത് ഒരു സംഖ്യയുടെ 4 മടങ്ങിനോട് ആ സംഖ്യയുടെ 3 മടങ്ങ് കൂട്ടിയതിനെ എങ്ങനെ ബീജഗണിത രൂപത്തിൽ എഴുതാമെന്നാണ് ചോദിച്ചേക്കണം. എങ്ങനെ എഴുതാമെന്ന് നമുക്ക് 4x + 3x അല്ലേ? 4x + 3x ബി ആണ് കറക്റ്റ് ആൻസർ. അതായത് എങ്ങനെയാണ്? 4 × x. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പറായിട്ട് എടുക്കുന്നത്. അപ്പം 4 × x പ്ലസ് എന്താണ് അതിനോട് എത്ര കൂട്ടിയത്? 3 മടങ്ങ് കൂട്ടിയത്. അപ്പോൾ 3 × x. 4x + 3x ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ മക്കളെ? ഇനി ആക്ടിവിറ്റി 4 നോക്കൂ. റൈറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് 5 to 10 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ പവേഴ്സ് ഓഫ് പ്രൈം നമ്പേഴ്സ്. 5 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലത്തെ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതുക. എങ്ങനെ എഴുതാറ് നമ്മൾ അല്ലേ? നമുക്ക് പല രീതിയിൽ എഴുതാം. ഒന്നെങ്കിൽ 5 ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അല്ലേ? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 5 × 2 × 3 × 7 × 2 × 2 × 2 × 3 × 2 × 5. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ടെല്ലാം ഒരുമിച്ച് ചേർത്തിട്ട് എഴുതാം. എങ്ങനെയാണ്? 2 × 2 × 2 × 2 × 2 അതായത് 2 5 പ്രാവശ്യം അല്ലേ?
3 ഇൻറ്റു 3 ഇൻറ്റു 3 3 പ്രാവശ്യം ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 7 7 ഒരു പ്രാവശ്യം ഇങ്ങനെ എഴുതാം. ഇനി ഇതിൻ്റെ എന്ത് എഴുതണം നിങ്ങൾ? ഇതിൻ്റെ കൃത്യംഗങ്ങളായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഇതായിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇങ്ങനെ എഴുതിയാലും ആൻസർ ശരിയാണ്, ഇങ്ങനെ എഴുതിയാലും ആൻസർ ശരിയാണ്. അതല്ല നിങ്ങൾക്ക് എന്താണ് ഇതെല്ലാം നോക്കൂ, എത്ര 2 ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട്? 2 5 5 ഉണ്ട് അല്ലേ? ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 7 ഇങ്ങനെ എഴുതിയാലും നിങ്ങളുടെ ആൻസർ ശരിയാണ്. ഇപ്പം 2 5 പ്രാവശ്യം ഗുണിച്ചിട്ടും 3 പ്രാവശ്യം ഗുണിച്ചിട്ടും 5 2 പ്രാവശ്യം ഗുണിച്ചിട്ടും 7 ഒരു പ്രാവശ്യം ഗുണിച്ചിട്ടും അങ്ങനെ നിങ്ങൾ ഫുള്ളായിട്ട് എഴുതിയാലും നിങ്ങളുടെ ആൻസർ കറക്റ്റാണ്, ഇങ്ങനെ എഴുതിയാലും നിങ്ങളുടെ ആൻസർ കറക്റ്റാണ്. ഓക്കെ അല്ലേ മക്കളെ? 4ാമത്തെ ബി ക്വസ്റ്റ്യൻ. വിച്ച് ഇസ് ദ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 3 ദാറ്റ് ക്യാൻ ഡിവൈഡ് ദ എബവ് പ്രോഡക്റ്റ്? എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ തന്നിരിക്കുന്നത്? നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് ഈ ഗുണനഫലത്തെ ഹരിക്കാൻ കഴിയുന്ന 3ൻ്റെ ഏറ്റവും വലിയ കൃതി ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അതായത് ഏതായിരിക്കും? 3³ അല്ലേ? അതായത് ഇസിക്വൽ ടു എത്രയാണ്? 27. ഏതാണ് ആൻസർ? 3:3. 3ൻ്റെ ഏറ്റവും വലിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഗുണനഫലത്തെ ഹരിക്കാൻ കഴിയുന്ന 3ൻ്റെ ഏറ്റവും വലിയ കൃതി ഏതാണ്? 3:3 27. അതായത് 3 ഇൻറ്റു 3 9 9 ഇൻറ്റു 3 27. ഇതാണ് ആൻസർ. ഓക്കെ അല്ലേ മക്കൾ? ഇനി ഹൗ മെനി സീറോസ് ആർ ദെയർ അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഫ്രം 5 to 10? അതായത് 5 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലത്തിൻ്റെ അവസാനം എത്ര പൂജ്യങ്ങളുണ്ടെന്നാണ് ചോദിച്ചത്. എത്ര പൂജ്യങ്ങളുണ്ട്? 2 പൂജ്യങ്ങൾ അല്ലെങ്കിൽ 2 0. എത്രയാണ്? 2 പൂജ്യങ്ങൾ, 2 zeros. ക്ലിയർ ആയോ മക്കളെ? ആക്ടിവിറ്റി 5. റൈറ്റ് 72 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ പവേഴ്സ് ഓഫ് പ്രൈം നമ്പേഴ്സ്. എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്? 72നെ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതാനാണ് പറഞ്ഞിരുന്നത്. 72നെ എന്താണ്? അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതുക. 72 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി പവേഴ്സ് ഓഫ് പ്രൈം നമ്പർ. എങ്ങനെ എഴുതാം നമുക്ക്? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എന്താണ് 2�3 ഇൻറ്റു 3² ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇത് എഴുതിയാലും ആൻസർ ശരിയാണ്, ഇത് എഴുതിയാലും ആൻസർ ശരിയാണ്. ഓക്കെ അല്ലേ മക്കളെ? അതായത് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 2�3 ഇൻറ്റു 3². ഓക്കെ. റൈറ്റ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് 72. എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്? 72ൻ്റെ എല്ലാ ഘടകങ്ങളും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 72 1 ഇൻറ്റു 72 അല്ലേ? അപ്പോൾ 1 നിങ്ങൾക്കറിയാമല്ലോ അത് ചെയ്യാൻ, ഫാക്ടറൈസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്നതാണല്ലോ അല്ലേ? 1 ഇൻറ്റു 72 2 അല്ലേ? അങ്ങനെ. അപ്പോൾ 1 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ടോ? 5 ഇല്ല. 6 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 12 ഉണ്ട്, 18 ഉണ്ട്, 24, 36. ഇത്ര 72. ഇത്രയും നമ്പേഴ്സ് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ അല്ലേ? ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് 8 ഫാക്ടേഴ്സ്? എന്താ ചോദിച്ചേ? താഴെ തന്നിരിക്കുന്നതിൽ 8 ഘടകങ്ങളുള്ളത് ഏത്? ഏതിനായിരിക്കും ഉള്ളത്? 22 ഇൻറ്റു 23. ഇതാണ് ശരിയായ ആൻസർ. ഓക്കെ. ആക്ടിവിറ്റി 6. മക്കളെ നമ്മൾ ആൻസർ കീ ആയതുകൊണ്ടാണ് കേട്ടോ അധികം വിശദീകരിച്ച് പറയാതെ ആൻസർ മാത്രം പറയുന്നത്. ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളിലൊക്കെ വിശദീകരിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ. ആക്ടിവിറ്റി 6 നോക്കൂ. 729 ഈസ് റിട്ടൺ ആസ് ദ പവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഫിൽ ദ മിസ്സിംഗ് വൺസ്. എന്താണ്? 729 അല്ലേ? അതായത് 729നെ വ്യത്യസ്ത സംഖ്യകളുടെ കൃതികളായി എഴുതിയിരിക്കുന്നു. വിട്ടുപോയത് നിങ്ങൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം? 9⁻³ അല്ലേ? 9 ഇൻറ്റു 9 ഇൻറ്റു 9. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് 729 അല്ലേ കിട്ടുക? പിന്നെ എങ്ങനെ എഴുതാം? 3⁻6. ഇനിയോ? പിന്നെയും നിങ്ങൾക്ക് എഴുതാം ഇഷ്ടമുള്ള എന്താണ് 7. ഇതിൽ ഏതെങ്കിലും എഴുതിയാലും നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? ഇനി
ബി സിംപ്ലിഫൈ 96 ഡിവൈഡഡ് ബൈ 128 ബൈ റൈറ്റിംഗ് ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. എങ്ങനെ എഴുതുക നമ്മൾ? എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്? 96/122 കൃത്യംഗ രൂപത്തിൽ എഴുതി ലഘൂകരിക്കാനാണ് പറഞ്ഞത്. എങ്ങനെ നമ്മൾ എഴുതുക? 3 × 2⁵ ഡിവൈഡഡ് ബൈ 27 ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ 3/4 എന്നും ആൻസർ എഴുതാം. ഇത് രണ്ടുമാണ് ആൻസറായിട്ട് വരിക. 3/4 അല്ലെങ്കിൽ 3 × 2⁵ ഡിവൈഡഡ് ബൈ 27 എന്ന്. ഓക്കെ അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഹാഫ് ഓഫ് 4�6? എന്താണ് 4�6ൻ്റെ പകുതി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 2�11. സി ആണ് കറക്റ്റ് ആൻസർ. 7th ആക്ടിവിറ്റി നോക്കൂ മക്കളെ. When a tank is filled to its 2/3 part, it contains 1000 liters of water. How much water will be in the tank when it becomes full? എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു ടാങ്കിൻ്റെ 2/3 ഭാഗം നിറഞ്ഞപ്പോൾ അതിലെന്താണ് 1000 ലിറ്റർ വെള്ളമുണ്ട്. ടാങ്ക് മുഴുവൻ നിറയുമ്പോൾ അതിലെത്ര ലിറ്റർ വെള്ളം ഉണ്ടാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് ആൻസർ? 1500 ലിറ്റർ എന്നാണ് ആൻസർ. ബി നോക്കൂ. എ റെക്റ്റാങ്കിൾ ഹാസ് ആൻ ഏരിയ ഓഫ് 12 1/2 സ്ക്വയർ മീറ്റേഴ്സ് ആൻഡ് ബ്രെഡ്ത്ത് 1/4 മീറ്റേഴ്സ്. വാട്ട് ഈസ് ഇറ്റ്സ് ലെങ്ത്? നമ്മൾ ഈ മിശ്രഭിന്നമാക്കിയിട്ട് അല്ലെങ്കിൽ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ടൊക്കെ നമ്മൾ ചെയ്തിരുന്നു ക്വസ്റ്റ്യനിൽ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 12.5 ചതുരശ്ര മീറ്ററും വീതി 1 മീറ്ററുമാണ്. അതിൻ്റെ നീളം എത്ര മീറ്ററാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര മീറ്ററാണ്? 10 മീറ്റർ എന്നാണ് ആൻസർ എഴുതേണ്ടത്. എത്രയാണ്? 10 മീറ്റർ. സി നോക്കൂ. വിച്ച് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 1/2�3? ഇതിൻ്റെ ഡെസിമൽ ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ശരിയായ ആൻസർ? 0.125. മുകളിൽ 3 കിടന്നാൽ നമ്മൾ എന്താണ് 3 ഡെസിമൽ ഫോം 3 സംഖ്യകൾ മാറ്റിയ ശേഷം മുമ്പിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യണം? പോയിന്റ് ഇടാൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ശരിയായ ആൻസർ 0.125. ആക്ടിവിറ്റി 8 നോക്കൂ മക്കളെ. ആക്ടിവിറ്റി 8 എന്താ പറയുന്നത്? ഈ ചിത്രം തന്നിരിക്കുന്ന അളവിൽ എന്ത് ചെയ്യണം? വരയ്ക്കണം. അനുയോജ്യമായ രീതിയിൽ എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്ത് ഭംഗിയാക്കണം. അപ്പം ഡ്രോ ദിസ് പിക്ചർ വിത്ത് ദ ഗിവൺ മെഷർമെൻറ്റ്, ബ്യൂട്ടിഫൈ ഇറ്റ് ബൈ ഷെയ്ഡിങ് സ്യൂട്ടബിളി. അപ്പോൾ താഴെ തന്നിരിക്കുന്നത്, അതായത് 3 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും ഉള്ള വീതമുള്ള ട്രയാങ്കിൾസ് നിങ്ങൾ വരയ്ക്കണം. 3 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്ററും വീതമുള്ള ട്രയാങ്കിൾസ് വരയ്ക്കണം. അതുമാത്രം അതിന് നല്ല ഷെയ്ഡ് കൊടുക്കുകയും ഷെയ്ഡുകളും ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്ററും ഉള്ള വീതമുള്ള ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആൻസർ കീ. മക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു അഗെയിൻ. താങ്ക് യു.